നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ദേശീയപാത 66 കൊല്ലം ബൈപ്പാസിൽ വീണ്ടും അപകടം. നിർമ്മാണത്തിനിടെ മണ്ണിട്ട ഉയരപ്പാതയിൽ കൂറ്റൻ സ്ലാബ് ഇളകി വീണു. ഒഴിവായത് വൻ അപകടം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് റിമാൻഡ് കാലാവധി അവസാനിച്ച 3 പേരെ വീണ്ടും റിമാൻഡ് ചെയ്തു. പങ്കജ് ഭട്ടാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ 2 പേർ മരിച്ചു. കായംകുളം ഹരിപ്പാട് സ്വദേശികളാണ് മരിച്ചത്. ഡയാലിസിസ് ചെയ്യുന്നതിനിടെ 6 പേർക്ക് വിറയലും ഛർദിയും. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങളിൽ ഇളവ്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പിൻവലിച്ചത്. രോഗപ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ ശാസ്ത്രീയമായി കൊന്നൊടുക്കി. വിശദമായ വാർത്തകളിലേക്ക്. ബൈപ്പാസിൽ വീണ്ടും അപകടം. നിർമ്മാണത്തിനിടെ മണ്ണിട്ട ഉയരപ്പാതയിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ സ്ലാബ് ഇളകി വീണു. വൻ അപകടമാണ് ഒഴിവായത്. ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന അയത്തിൽ സർവീസ് റോഡിലേക്കാണ് 2 സ്ലാബുകൾ ഇളകി വീണത്. പുലർച്ചെ 2-നായിരുന്നു സംഭവം. ഈ സമയം റോഡിൽ തിരക്ക് കുറവായിരുന്നതിനാൽ അപകടം ഒഴിവായി. ഉയരപ്പാത നിർമ്മാണത്തിലിരുന്ന സ്ഥലത്ത് 30 അടിക്ക് മുകളിൽ നിന്നുമാണ് 2 ടണ്ണിന് മേൽ ഭാരമുള്ള സ്ലാബ് റോഡിലേക്ക് വീണത്. ഈ സമയം ഇതുവഴി പോയ കുടുംബം സഞ്ചരിച്ച കാർ മുകളിൽ നിന്നും പാളികൾ അടർന്നു വീഴുന്നത് കണ്ട് പിന്നിലേക്ക് മാറ്റിയതിനാൽ അപകടം ഒഴിവായി. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കരാറുകാർ ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബുകൾ റോഡിൽ നിന്നും നിമിഷങ്ങൾക്കകം നീക്കം ചെയ്തു. റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ മണ്ണിട്ട ഉയരപ്പാതയ്ക്കെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇത് മറികടന്നാണ് ഇവിടെ മണ്ണിട്ട ഉയരപ്പാത നിർമ്മിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് മൈലക്കാട്ട് ഉയരപ്പാത തകർന്നു വീണത്. ഉയരപ്പാത മാറ്റി തൂണുകളിൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ഉമയനെല്ലൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു. ബാലസംഘത്തിന്റെ 87ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പത്തനാപുരം ഏരിയ കമ്മിറ്റി കാർണിവൽ സംഘടിപ്പിച്ചത്. ബാലസംഘം രൂപീകരിക്കപ്പെട്ടതിന്റെ 87ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർണിവൽ സംഘടിപ്പിച്ചത്. നാടൻ കളികളും പ്രാദേശിക കലാപരിപാടികളുമായി പിറവന്തൂരിലെ എലിക്കാട്ടൂരിലാണ് കാർണിവൽ സംഘടിപ്പിച്ചത്. ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ കറവൂർ എൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളായി നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ ഉൾപ്പെടുത്തി നിങ്ങളുടെ കൊച്ചു കൂട്ടുകാരുണ്ടാവും വീടിന്റെ അടുത്തൊക്കെ. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ബാലസംഘത്തിനെ വിപുലമാക്കി ഈ സ്ഥാപനങ്ങളൊക്കെ ഇതുപോലെ വരുമ്പോൾ അത് വിപുലമാക്കി നിങ്ങൾ മാറ്റണം. അതുപോലെ തന്നെ ബാലസംഘത്തിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. കുട്ടികളിൽ സാമൂഹ്യ ബോധവും ശാസ്ത്രബോധവും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് ഇതിലൂടെ സമാന്തര വിദ്യാഭ്യാസ സംഘടനയാണ്. നമ്മൾ സ്കൂളിലെ സിലബസ് അനുസരിച്ച് പഠിക്കുന്നുണ്ട്. ഉണ്ടോ? സ്കൂളിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളുണ്ട് പഠിക്കാൻ. വില്ലേജ് സെക്രട്ടറി ദൃശ്യ ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അനിലസ്, സന്തോഷ്, പ്രകാശ്, മധുമോഹനൻ നായർ, അക്കാദമിക് കൺവീനർ പ്രിൻസ്, കോർഡിനേറ്റർ സുറുമി, ശോഭ, അസീസ്, ദേവരാജൻ എന്നിവർ പങ്കെടുത്തു. വില്ലേജ് കൺവീനർ മഞ്ജു പ്രിൻസ് കുട്ടികളുടെ അവകാശ പ്രഖ്യാപന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കപ്പെടാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട്. പോഷകാഹാരത്തിനും പാർപ്പിടത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. കുട്ടികളുടെ നാടൻ കലാപരിപാടികൾ, നൃത്തം, നാടൻ പാട്ടുകൾ തുടങ്ങിയവ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുതുവർഷത്തെ വരവേറ്റ് ലോകം. വിവിധങ്ങളായ പരിപാടികളോടെയാണ് ലോകം പുതുവർഷത്തെ വരവേറ്റത്. ശാന്തസമുദ്രത്തിലെ കിരിബാത്തി ദ്വീപിലാണ് ലോകം ആദ്യം പുതുവർഷത്തെ വരവേറ്റത്. സംസ്ഥാനത്തും വിപുലമായ ആഘോഷം നടത്തി. കൊല്ലം ബീച്ചിൽ ഉൾപ്പെടെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു.
പുതുവർഷത്തെ വരവേറ്റ് ലോകം. ശാന്തസമുദ്രത്തിലെ കിരിബാത്തി ദ്വീപുകളിലാണ് പുതുവർഷം ആദ്യമെത്തിയത്. ഇന്ത്യൻ സമയം കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ ലോകത്താദ്യമായി കിരിബാത്തിയിൽ പുതുവർഷം പിറന്നു. പിന്നാലെ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും ആഘോഷത്തോടെ പുതുവർഷത്തെ വരവേറ്റു. കേരളവും വലിയ ആഘോഷങ്ങളോടെയാണ് പുതുവർഷത്തെ വരവേറ്റത്. ഇന്ത്യൻ സമയം രാത്രി 9:30 ചൈനയിൽ പുതുവത്സരം എത്തിയത്. ഇന്ത്യൻ സമയം 1:30 UAE പുതുവത്സരത്തെ വരവേറ്റത്. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 റഷ്യയിലും പുലർച്ചെ 5:30 ബ്രിട്ടനിലും പുതുവത്സരപ്പിറവി ആഘോഷം നടന്നു. ന്യൂഡൽഹി ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ കനത്ത സുരക്ഷയിലായിരുന്നു പുതുവത്സരാഘോഷം. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കൊല്ലത്തുമെല്ലാം പുതുവത്സര ആഘോഷങ്ങൾ നടന്നു. ഫോർട്ട് കൊച്ചിയിൽ പുതുവർഷത്തെ വരവേൽക്കാൻ 2 ലക്ഷത്തിലധികം ആളുകൾ ഒത്തുചേർന്നതായാണ് കണക്കുകൾ. തിരുവനന്തപുരത്ത് കോവളം ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ആഘോഷം നടന്നു. കൊല്ലം ബീച്ചിലും ആശ്രാമ മൈതാനത്തും ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടത്തിയത്. വിവിധങ്ങളായ പരിപാടികളോടെയാണ് കേരളം പുതുവർഷത്തെ വരവേറ്റത്. വിവിധ പ്രദേശങ്ങളിൽ ആഘോഷപൂർവ്വം പാപ്പാനിയെ കത്തിച്ചും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചും പുതുവത്സരത്തെ വരവേറ്റു. ന്യൂസ് ഡെസ്ക്. പുത്തൻ പ്രതീക്ഷകളുമായി ആഘോഷത്തിമിർപ്പിൽ പുതുവർഷത്തെ വരവേറ്റ് ജില്ല. ക്ലബ്ബുകളും സംഘടനകളും വിവിധ പരിപാടികളുമായി പുതുവത്സരാഘോഷം ഗംഭീരമാക്കി. ബീച്ചിലും വി പാർക്കിലും ഉൾപ്പെടെ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗാനമേളയും DJയും വാദ്യമേളങ്ങളും ഒക്കെയായാണ് തീരദേശവും പുതുവത്സരത്തെ വരവേറ്റത്. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഗാനമേളയും DJയും സംഘടിപ്പിച്ചിരുന്നു. മധുര വിതരണവും വിവിധയിടങ്ങളിലായി നടന്നു. ബീച്ചുകൾ കേന്ദ്രീകരിച്ച് നടന്ന വെടിക്കെട്ട് ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. ആഘോഷങ്ങൾ സുരക്ഷിതമാക്കാൻ വിപുലമായ സുരക്ഷാ സംവിധാനവും ക്രമീകരിച്ചിരുന്നു. പ്രത്യേക പട്രോളിംഗിനായി 42 പോലീസ് ജീപ്പും 35 ബൈക്കുകളും 65 വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റും ഒരുക്കിയിരുന്നു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 4 ACPമാരുടെ നിയന്ത്രണത്തിൽ 16 പോലീസ് ഇൻസ്പെക്ടർമാരും 175 SIമാരും ഉൾപ്പെടെ 700 ഉദ്യോഗസ്ഥരുടെയും എക്സൈസ്, മോട്ടോർ വെഹിക്കിൾ, മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെയും സേവനം സജ്ജമാക്കി. പിന്നിട്ട നാളുകളിലെ നേട്ടങ്ങളും പുതുവർഷത്തെ പ്രകൃതിയോടിണങ്ങി വരവേൽക്കാനുള്ള പ്രതീക്ഷകളും പ്രത്യാശകളും നാടിന്റെ നായകർ പങ്കിട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡ് കാലാവധി അവസാനിച്ച 3 പേരെ വീണ്ടും റിമാൻഡ് ചെയ്തു. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു നടപടിക്രമങ്ങൾ. കൊല്ലം വിജിലൻസ് കോടതിയാണ് 3 പ്രതികളുടെയും റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് വീണ്ടും റിമാൻഡ് ചെയ്തത്. പ്രതികളിൽ ഒരാൾ രോഗബാധിതനായതിനെ തുടർന്ന് കോടതിയിൽ എത്തിച്ചേരാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വീഡിയോ കോൺഫറൻസിലൂടെ നടപടിക്രമങ്ങൾ നടത്തിയത്. ജനുവരി 15 വരെയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരിയും ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ, KS ബൈജു എന്നിവരെയാണ് വീണ്ടും റിമാൻഡ് ചെയ്തത്. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർക്ക് സ്വർണം വേർതിരിച്ചതിലും വിതരണം ചെയ്യുന്നതിലും പങ്കുണ്ടെന്നും ഗോവർദ്ധൻ ഇടപാടിലെ പ്രധാന കണ്ണിയാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പണമടയ്ക്കാത്തതിനെ തുടർന്ന് ചവറ BJM ഗവൺമെന്റ് കോളേജിലെ വൈദ്യുതി വിച്ഛേദിച്ചു. 3 കണക്ഷനാണ് കോളേജിലുള്ളത്. ഇതിൽ പ്രധാന ബ്ലോക്കിലേക്കുള്ള വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. 2 മാസത്തെ ബിൽ തുകയായ 61,433 രൂപയാണ് അടയ്ക്കാനുള്ളത്. ചവറ BJM ഗവൺമെന്റ് കോളേജിൽ 2 മാസത്തെ ബിൽ തുകയാണ് അടയ്ക്കാനുള്ളത്. 61,433 രൂപ അടയ്ക്കണം. ഇത് അടയ്ക്കാതെയായതോടെയാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. ഇതോടെ പ്രിൻസിപ്പലിന്റെ മുറി, ഓഫീസ്, ഫിസിക്സ് ലാബ്, സുവോളജി ലാബ്, കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ പ്രവർത്തനം നിലച്ചു. കോളേജും കാമ്പസും ഇരുട്ടിലായതോടെ സുരക്ഷാ ജീവനക്കാരനും ബുദ്ധിമുട്ടിലാണ്. CCTVയും പ്രവർത്തിക്കുന്നില്ല. ചുറ്റുമതിലില്ലാത്തതിനാൽ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലാണ് കാമ്പസ്. രാത്രി വെളിച്ചവുമില്ലാതായതോടെ സാമൂഹ്യ വിരുദ്ധർ കാമ്പസിൽ പ്രവേശിക്കുന്ന സ്ഥിതിയുണ്ട്. പണം അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് KSEB ചവറ സെക്ഷൻ ഓഫീസിൽ നിന്നും കോളേജ് അധികൃതരെ നേരിട്ടും സന്ദേശമയച്ചും ഫോണിൽ വിളിച്ചും അറിയിപ്പ് നൽകിയിരുന്നു. തുക അടയ്ക്കാത്തതിനെ തുടർന്ന് ഉന്നത അധികൃതരുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നു. ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം സാമൂഹിക മാധ്യമങ്ങളിലൂടെയും
ദൃശ്യമാധ്യമങ്ങളിലൂടെയും ജനങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ഗവൺമെൻറ് കോളേജ് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ്. കഴിഞ്ഞ 30/12/2025 ഒരു മുന്നറിയിപ്പും കൂടാതെ കേരളത്തിലെ വൈദ്യുതി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ഈ ഗവൺമെൻറ് കോളേജിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ 2 മാസക്കാലമായി വൈദ്യുത ബിൽ പെൻഡിങ് കിടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചും സർക്കാർ കോളേജിനെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് ബോധ്യമുള്ളതും ബോധ്യപ്പെടുന്നതുമാണ്. കഴിഞ്ഞ ഏകദേശം 10-20 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു പൊതു തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തലത്തിൽ നടന്നു. കോളേജിലെ സ്റ്റാഫായാലും ശരി, അതേപോലെ തന്നെ കോളേജ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരായാലും ഇവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ചുമതലകളുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കടന്നുപോയത്. ഒരു മനസാക്ഷിയുമില്ലാതെ ധാർമ്മികതയുടെ ഒരു ലെവലേശം പോലും ഈ വിദ്യാർത്ഥികളോട് ഒരു പ്രതിബദ്ധത പുലർത്താതെ ഏകദേശം 1200ഓളം കുട്ടികളും 100-നകത്ത് 75ഓളം അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ള ഏകദേശം 8 ഡിഗ്രി കോഴ്സുകളും 3 PG കോഴ്സുകളും ഒരു റിസർച്ച് സെൻറ്ററും ഉൾപ്പെടെയുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് യാതൊരു തരത്തിലുമുള്ള നീതി പുലർത്താതെ വിദ്യാഭ്യാസ വകുപ്പിനോട് തന്നെ ഒരു അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ വൈദ്യുത വകുപ്പ് എടുത്ത നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് കാട്ടി കോളേജ് അധികൃതർ KSEB ചവറ ഓഫീസിൽ കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഉന്നത നിർദ്ദേശം വരാതെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നാണ് ഇവരുടെ വിശദീകരണം. ക്രിസ്മസ് അവധി കഴിഞ്ഞ് കോളേജ് 5-നാണ് തുറക്കുന്നത്. 47,742 രൂപ അടയ്ക്കാനുള്ള കണക്ഷനാണ് നിലവിൽ വിച്ഛേദിച്ചിട്ടുള്ളത്. സർക്കാർ ഗ്രാന്റ് ലഭിക്കാത്തതാണ് പണമടയ്ക്കുന്നതിന് തടസ്സമായത്. നേരത്തെ കുടിശ്ശിക വന്നാലും KSEB കണക്ഷൻ വിച്ഛേദിക്കാറില്ലായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. നവകേരള സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന്റെ പരിശീലനത്തിന് തുടക്കമായി. ജില്ലാ കളക്ടർ N. ദേവിദാസ് ചെയർമാനായ ജില്ലാതല സമിതിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ പരിശീലനത്തിനാണ് തുടക്കമായത്. ചവറ ബ്ലോക്ക് തല പരിശീലനം ജില്ലാ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വീടുകളും സന്ദർശിച്ച് വികസന നിർദ്ദേശങ്ങൾ സ്വരൂപിച്ച് നാടിന്റെ മികവുറ്റ ഭാവി ഉറപ്പാക്കുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. സന്നദ്ധ പ്രവർത്തകരിലൂടെയാണ് വിവരശേഖരണം. ഇവർക്കുള്ള പരിശീലനത്തിനാണ് തുടക്കമായത്. പദ്ധതി സംബന്ധിച്ച് പരിശീലനം നേടിയ വിദഗ്ധരാണ് ക്ലാസുകൾ നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന പോലെ സർക്കാരിന്റെ വലിയൊരു കർമ്മ പദ്ധതിയാണ് സിറ്റിസൺ കണക്ട്. ജനങ്ങളുമായിട്ട് സർക്കാരിന്റെ പ്രവർത്തന പദ്ധതികൾ അറിയിക്കുന്നതിനും അതുപോലെ പ്രമുഖരായിട്ടുള്ളവരിൽ നിന്നും അതുപോലെ പൊതുജനങ്ങളിൽ നിന്നുമെല്ലാം ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്ന് അറിയുന്നതിനുമായിട്ടുള്ള വലിയ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമാണ് സർക്കാർ വിഭാവനം ചെയ്തത്. സർക്കാർ ഇതുവരെ കഴിഞ്ഞ 10 വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന പദ്ധതികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതുകൊണ്ട് തീരുന്നില്ല. വികസനം നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, തടസ്സങ്ങൾ, പ്രതിസന്ധികൾ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതെങ്ങനെ തരണം ചെയ്തു, അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇനിയും നമ്മുടെ മുന്നിൽ വരാം. അപ്പോൾ അതെങ്ങനെ തരണം ചെയ്യാൻ പറ്റും. അതുപോലെ നാം നടപ്പാക്കിയിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികളെ സംബന്ധിച്ചും ഇനിയും അതിന് നടത്തേണ്ട തുടർച്ചകളെ സംബന്ധിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നതിനും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം സമാഹരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നാം നടത്തുന്നത്. ആദ്യ ദിനത്തിൽ ചവറയ്ക്ക് പുറമെ അഞ്ചൽ, കൊട്ടാരക്കര, വെട്ടിക്കവല, ഓച്ചിറ, പത്തനാപുരം, മുഖത്തല, ശാസ്താംകോട്ട, ചടയമംഗലം ബ്ലോക്കുകൾ, പുനലൂർ നഗരസഭ എന്നിവിടങ്ങളിലാണ് പരിശീലനം നടന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ 2 പേർ മരിച്ചു. ഡയാലിസിസ് ചെയ്യുന്നതിനിടെ 6 പേർക്ക് വിറയലും ഛർദിയും ഉണ്ടായി. ഇതിൽ 2 പേരാണ് മരിച്ചത്. കായംകുളം, ഹരിപ്പാട് സ്വദേശികളാണ് മരിച്ച 2 പേർ. ഒരേ സമയം 7 പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമാണ് ആശുപത്രിയിലുള്ളത്. 29-ന് രാവിലത്തെ ഷിഫ്റ്റിൽ ഡയാലിസിസ് ചെയ്യുന്നതിനിടെ വിറയലും ഛർദിലുമുണ്ടായ 3 പേരെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത്. ഇതിൽ കായംകുളം പുതുക്കാട് വടക്കതിൽ മജീദിനെയും മറ്റൊരു രോഗിയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ICU ബെഡ് ഇല്ലാത്തതിനാൽ
ഹരിപ്പാട് വെട്ടുവേനി ചാക്കനാട്ട് രാമചന്ദ്രൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇദ്ദേഹവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ മജീദുമാണ് മരിച്ചത്. മജീദ് 30-ന് രാത്രിയും രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം രാവിലെയുമാണ് മരിച്ചത്. മറ്റൊരാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 2 ഷിഫ്റ്റുകളിലായി ഡയാലിസിസ് ചെയ്യുന്നതിനിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ മറ്റ് 3 പേർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടതായി അധികൃതർ അറിയിച്ചു. മരണത്തിന് കാരണം അണുബാധയാണെന്നാരോപിച്ച് രാമചന്ദ്രന്റെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തി പരാതി നൽകി. രമേശ് ചെന്നിത്തല MLA മന്ത്രി വീണ ജോർജിന് പരാതി നൽകിയതിന് പിന്നാലെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതേസമയം ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് താൽക്കാലികമായി അടച്ചു. ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജലത്തിൽ നിന്നാണ് അണുബാധയുണ്ടായതെന്ന സൂചനയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തൊഴിലുറപ്പ് പദ്ധതി നിയമ ഭേദഗതിക്കെതിരെ ധർണ നടത്തി. UTUC-യുടെ നേതൃത്വത്തിലാണ് ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. UTUC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊല്ലം ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിക്കെതിരെയായിരുന്നു ധർണ. UTUC ദേശീയ പ്രസിഡന്റ് AA അസീസ് ഉദ്ഘാടനം ചെയ്തു. UTUC ജില്ലാ പ്രസിഡന്റ് ഇടവനശ്ശേരി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TC വിജയൻ, ജില്ലാ സെക്രട്ടറി TK സുൽഫി, RSP ജില്ലാ സെക്രട്ടറി KS വേണുഗോപാൽ, P പ്രകാശ് ബാബു, സജി ഡി ആനന്ദ, മനോജ് മോൻ, ബെന്നി, വെളിയം ഉദയകുമാർ, റാംമോഹൻ, R സുനിൽ, തുണ്ടിൽ നിസാർ, വിജയചന്ദ്രൻ നായർ, സ്വർണ്ണമ്മ, സോഫിയ സലാം, L ബീന, MS ചൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ ശാസ്താംകോണം മുക്കടവ് വള്ളക്കടവിൽ കടത്ത് നിലച്ചിട്ട് 10 വർഷങ്ങൾ. കല്ലടയാറിന് കുറുകെയുള്ള കടത്ത് പുനരാരംഭിക്കാത്തത് യാത്രാക്ലേശം ഇരട്ടിയാക്കിയിട്ടുണ്ട്. കടത്തില്ലാത്തതിനാൽ കിലോമീറ്ററുകളോളം റോഡ് മാർഗം യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ് നാട്ടുകാർ. പുനലൂർ നഗരസഭയിലെ പ്രധാന ജലഗതാഗത മാർഗമായിരുന്ന ശാസ്താകോണം മുക്കടവ് വള്ളക്കടവ് കടത്ത് നിലച്ചിട്ട 10 വർഷം പിന്നിടുന്നു. പ്രദേശവാസികളുടെയും വിദ്യാർത്ഥികളുടെയും പ്രധാന യാത്രാമാർഗമായിരുന്ന കടത്ത് നിർത്തലാക്കിയത് നിരവധി പേരെയാണ് ദുരിതത്തിലാക്കിയത്. ശാസ്താംകോണം ഭാഗത്തു നിന്നും കല്ലടയാർ കടന്ന് അക്കരെയുള്ള പ്രധാന കേന്ദ്രങ്ങളിലെത്താൻ നാട്ടുകാർ ആശ്രയിച്ചിരുന്നത് ഈ കടത്തിനെയായിരുന്നു. കുരിയോട്ടുമല കോളേജ് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കോളേജിലെത്താനും കടത്ത് സഹായകരമായിരുന്നു. കുരിയോട്ടുമല ഫാമിലെ തൊഴിലാളികൾക്കും സന്ദർശകർക്കും കടത്ത് ഒഴിവാക്കാനാവാത്തതായിരുന്നു. പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് നിരവധി തൊഴിലാളികൾ കടത്തുമാർഗമാണ് ജോലിക്ക് പോയിരുന്നത്. നിലവിൽ കടത്തില്ലാത്തതിനാൽ കിലോമീറ്ററുകളോളം ചുറ്റിക്കറങ്ങി റോഡ് മാർഗം യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ് നാട്ടുകാർ. ഒരു കാലത്ത് പുനലൂർ നഗരസഭയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായിരുന്നു മുക്കടവ് വള്ളക്കടവ്. ലേലം വഴി വലിയ തുകയാണ് നഗരസഭയ്ക്ക് ഇവിടെ ലഭിച്ചിരുന്നത്. എന്നാൽ കടത്ത് നിലച്ചതോടെ ലേല വരുമാനവും ഇല്ലാതായി. നഗരസഭയുടെ അനാസ്ഥയാണ് കടത്ത് പുനരാരംഭിക്കാത്തതിന് പിന്നിലെന്ന് ആക്ഷേപമുണ്ട്. പഴയ വള്ളങ്ങൾ നശിച്ചുപോയതാണ് കടത്ത് നിലയ്ക്കാൻ കാരണമായത്. സുരക്ഷിതമായ പുതിയ വള്ളങ്ങൾ എത്തിച്ച് കടത്ത് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് ഉണർവ് നൽകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് മുക്കടവ് വള്ളക്കടത്ത് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങളിൽ ഇളവ്. പക്ഷിപ്പനി പ്രഭവ കേന്ദ്രങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പിൻവലിച്ചത്. രോഗപ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ ശാസ്ത്രീയമായി കൊന്നൊടുക്കിയിരുന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിരീക്ഷണ മേഖലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിലാണ് ഇളവ് ഏർപ്പെടുത്തിയത്. പക്ഷിപ്പനി പ്രഭവ കേന്ദ്രങ്ങൾക്ക് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. രോഗപ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ ശാസ്ത്രീയമായി കൊന്നൊടുക്കിയിരുന്നു. ഇവിടങ്ങളിലെ അണുനശീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഇതോടെയാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചത്. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള രോഗബാധിത മേഖലയിൽ 3 മാസത്തേക്ക് പക്ഷികളെ വളർത്തുന്നത് നിരോധിച്ച ഉത്തരവ് തുടരും. തകഴി, കാർത്തികപ്പള്ളി, കരുവാറ്റ, പുന്നപ്രത്തേക്ക്, അമ്പലപ്പുഴത്തേക്ക്, ചെറുതന, പുറക്കാട്, നെടുമുടി, കുമാരപുരം പഞ്ചായത്തുകളിലാണ് ഓരോ വാർഡുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തുടർന്ന് ശീതീകരിച്ച മാംസത്തിനുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഹോട്ടൽ, കോഴി വ്യാപാര മേഖലകളെ സാരമായി ബാധിച്ചിരുന്നു. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നത് വ്യാപാരികൾക്കും ഗുണകരമാകും. അമ്പലപ്പുഴത്തേക്ക്, അമ്പലപ്പുഴ വടക്ക്, പള്ളിപ്പാട് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസം പക്ഷികൾ ചത്തുവീഴുന്നതായി കണ്ടെത്തിയെങ്കിലും പരിശോധനാ ഫലം എത്താത്തതിനാൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ദിനാചരണം നടത്തി. മെഡിസിപ്പ് പദ്ധതിയുടെ പേരിൽ പെൻഷൻകാരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണെന്നും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ശാസ്താംകോട്ടയിൽ പ്രതിഷേധ ദിനാചരണം നടത്തിയത്. മെഡിസപ്പ് പദ്ധതിയുടെ പേരിൽ പെൻഷൻകാരെ കൊള്ളയടിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നും
കാലാവധി കഴിഞ്ഞിട്ടും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചുമാണ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടത്തിയത്. ശാസ്താംകോട്ട സബ് ട്രഷറിയിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ മുഹമ്മദ് കുഞ്ഞ് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രയോജനപരമായ രീതിയിൽ ആ പദ്ധതി നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ 2016 ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് സൗജന്യമായി ചികിത്സാ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിറക്കിയിട്ടാണ് പോയത്. നിർഭാഗ്യവശാൽ തുടർന്ന് വന്ന ഗവൺമെന്റ് അതിന് തുടർ നടപടി സ്വീകരിച്ചില്ല. അന്ന് സഖാവ് തോമസ് ഐസക്കാരൻ ധനകാര്യമന്ത്രി ഞങ്ങൾ തോമസ് ഐസക്കാരോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ പെൻഷൻകാർക്ക് സൗജന്യ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഒന്ന് 6 മാസം സമയം തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. 6 മാസം കഴിഞ്ഞ് 6 വർഷവും കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഗവൺമെന്റ് വന്ന് ബാലഗോപാൽ ധനകാര്യമന്ത്രിയായതിനു ശേഷമാണ് ഇത് മെഡിസിപ്പ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇത് വികലമായി നടപ്പാക്കിയിരിക്കുന്നത്. ഇതിന് ഓപ്ഷൻ അനുവദിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിയോജക മണ്ഡലം പ്രസിഡന്റ് KG ജയചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. MI നാസർ ഷാ, അർത്തീൽ അൻസാരി, M അബ്ദുൽ സമദ്, സന്തോഷ് കുമാർ, അസൂറ ബീവി, മുഹമ്മദ് ഹനീഫ, ഷൂർനാട് വാസു, D ബാബുരാജൻ, ലീലാമണി, ജോൺ മത്തായി, L മറിയാമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറ ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ചു. മുൻപും പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായി ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ദിവസമാണ്. മീൻപിടിപ്പാറ സ്ഥിതി ചെയ്യുന്ന 7-8 വാർഡുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗവർണർ ഉത്തരവിറക്കിയിരിക്കുന്നത്. കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറ നേരത്തെയും ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ദിവസമാണ്. മന്ത്രി KN ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ ടൂറിസം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മീൻപിടിപ്പാറ ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ചത്. ഇതേ തുടർന്ന് പ്രദേശത്തെ ബാറുകൾ, ബിയർ ആൻഡ് വൈൻ ഹോട്ടലുകൾ എന്നീ സ്ഥാപനങ്ങൾക്ക് രാവിലെ 10 മുതൽ രാത്രി 12 വരെ പ്രവർത്തിക്കാൻ കഴിയും. ഇത് കൊട്ടാരക്കരയിലെ ടൂറിസം വികസനത്തിന് വലിയൊരു മാറ്റമുണ്ടാകുമെന്നും വിദേശികളെ കൂടുതലായി കൊട്ടാരക്കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ട്രാഫിക് ജോലി ചെയ്യുകയായിരുന്ന പോലീസുകാരിക്ക് മർദ്ദനം. സംഭവത്തിൽ യുവാവ് പിടിയിൽ. കിളികൊള്ളൂർ സ്വദേശി നന്ദുവാണ് പിടിയിലായത്. ട്രാഫിക് ഡ്യൂട്ടി നോക്കി വന്ന പോലീസ് ജീവനക്കാരിക്ക് നേരെ മർദ്ദനം. കൊല്ലം കിളിക്കൊല്ലൂർ നന്ദു ഭവനിൽ 33 വയസ്സുള്ള നന്ദുവാണ് പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി പുനലൂർ TB ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടി നോക്കി വരികയായിരുന്നു പോലീസ് ജീവനക്കാരി. തുടർന്ന് തിരക്കൊഴിഞ്ഞ സമയം ഫുട്പാത്തിന്റെ കൈവരിയോട് ചേർന്ന് വിശ്രമിക്കാനിരിക്കുകയായിരുന്നു പോലീസ് ജീവനക്കാരി. പുനലൂർ തൂക്കുപാലത്തിനോട് ചേർന്നുള്ള വലിയ പാലത്തിന്റെ ഭാഗത്തു നിന്നും പ്രതി കടന്നു വരികയായിരുന്നു. തുടർന്ന് പോലീസ് ജീവനക്കാരിയെ പ്രതി അസഭ്യം വിളിക്കുകയും തലയിൽ കൈകൊണ്ട് മർദ്ദിക്കുകയും തലമുടിയിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു. തുടർന്ന് ജീവനക്കാരിയെ പ്രതി പിടിച്ചു തള്ളുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. പ്രതിക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. വിവരമറിഞ്ഞ് പുനലൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 66 കൊല്ലം ബൈപ്പാസിൽ വീണ്ടും അപകടം. നിർമ്മാണത്തിനിടെ മണ്ണിട്ട ഉയരപ്പാതയിൽ കൂറ്റൻ സ്ലാബ് ഇളകി വീണു. ഒഴിവായത് വൻ അപകടം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്. റിമാൻഡ് കാലാവധി അവസാനിച്ച 3 പേരെ വീണ്ടും റിമാൻഡ് ചെയ്തു. പങ്കജ് ഭട്ടാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ 2 പേർ മരിച്ചു. കായംകുളം ഹരിപ്പാട് സ്വദേശികളാണ് മരിച്ചത്. ഡയാലിസിസ് ചെയ്യുന്നതിനിടെ 6 പേർക്ക് വിറയിലും ഛർദ്ദിലും. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങളിൽ ഇളവ്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പിൻവലിച്ചത്. രോഗപ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ ശാസ്ത്രീയമായി കൊന്നൊടുക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.